ഗുരുദേവന്റെ കരസ്പർശത്താലും ഹൃദയസ്പർശത്താലും സന്തോഷ ആശ്രക്കൾ കൊണ്ട് അഭിഷേകം ചെയ്ത ശിവപ്രതിഷ്ഠയിൽ ഈ പവിത്രമായ മണ്ണിൽ ഇന്ന് രണ്ട് വാക്ക് പറയാൻ അവസരമൊരുക്കിയ സെക്രട്ടറി മഠാധിപതിയുമായ സച്ചിദാനന്ദ സ്വാമികൾ, സാന്താനന്ദ സ്വാമികൾ, മറ്റേ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ആശീർവാദത്തോടെ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. എൻ്റെ പേര് M.R. സജി. ഞാൻ മംഗലത്തുകുളം എന്നവരുടെ ഭാഗത്തു നിന്നാണ് വരുന്നത്. എനിക്ക് ഗുരുദേവനുമായി ആത്മീയമായ ഒരു ബന്ധത്തിനപ്പുറത്ത് ഒരു രക്തബന്ധം കൂടെ ഉണ്ട്. ഗുരുദേവൻ കുളത്തൂർ വരുമ്പോൾ കുളത്തൂർ വലിയ വിളാകം വീട്ടിലാണ് സാധാരണ ഇരിക്കാറുള്ളത്. അവിടുത്തെ കാരണവരായ പത്മനാഭ വൈദ്യർ, അവിടുത്തെ കാരണവരാണ്. കാരണവരായ പത്മനാഭ വൈദ്യരുടെ മകൻ മംഗലത്തുകുളം കൃഷ്ണൻ വൈദ്യരുടെ മകന്റെ മകളാണ് ഞാൻ. അങ്ങനെ ഗുരുദേവനുമായി ആത്മീയമായും ഒരു രക്തബന്ധവും എനിക്കുണ്ട്. എനിക്ക് ചെറിയ പ്രായത്തിൽ തന്നെ ശ്രീനാരായണ ധർമ്മം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയത് കൊണ്ട് അതിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ശ്രീനാരായണ ധർമ്മം എന്ന വിഷയമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട്, അവരുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട്, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. ആ ഭരണഘടനയാണ് ശ്രീനാരായണ ധർമ്മം. നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഈ ഭരണഘടന ശ്രീനാരായണ ധർമ്മം എല്ലാ ഭവനങ്ങളിലും ഉണ്ടാവണം. നമ്മൾ നിത്യം അത് വായിക്കുകയും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലെ കുടുംബ ഭദ്രതയും കുട്ടികളുടെ ഉന്നതിയും എല്ലാം നല്ല രീതിയിൽ നടന്നു പോകാൻ വേണ്ടിയിട്ട് ഗുരുദേവൻ നമുക്ക് ഉപദേശിച്ചു തന്നതാണ് ശ്രീനാരായണ ധർമ്മം. മനുഷ്യൻ ധർമ്മ തൽപരനായിരിക്കണം. അവർ ധർമ്മത്തെ അറിയുകയും ധർമ്മത്തെ വിചാരിക്കുകയും ധർമ്മമനുസരിച്ച് പ്രവർത്തിക്കുകയും ആ ധർമ്മം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. ഗുരുദേവ നമ്മുടെ എല്ലാ പ്രവൃത്തികളിലും ധർമ്മം ഉണ്ടായിരിക്കണം. ധർമ്മമാണ് ഈ ലോകത്തെ നടത്തുന്നത്. നമ്മൾ ധരിക്കേണ്ടതും ധർമ്മമാണ്. പരോപകാര തൽപരരായ നമ്മൾ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമാണ്. നാം കാണുന്ന സർവവും ധർമ്മത്തിൽ നിന്ന് ഉണ്ടായി ധർമ്മത്തിൽ നിലനിന്ന് ധർമ്മത്തിൽ തന്നെ ലയിക്കുന്നതാവുന്നു. അതുകൊണ്ട് എല്ലാം ധർമ്മമയമാണ് എന്ന് നാം അറിയണം. ഗുരുദേവൻ നമ്മോട് ജാതി മത ചിന്തകളെ കുറിച്ച് ധർമ്മത്തിൽ പറയുന്നുണ്ട്. ഇവിടെ ജാതി ചിന്തകൾ നിലനിൽക്കുന്ന ഈ സമൂഹത്തിൽ ഗുരുദേവൻ നമ്മോട് പറയുന്നു, നമുക്കെല്ലാവർക്കും ഒരു ജാതിയാണ്. പശുവിനറിയാം, പശുവിന്റെ ജാതി ഗോത്രമാണ്. നമ്മൾ മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണ്. ഒരു സ്ത്രീ ഗർഭിണിയായി 9 മാസം 9 ദിവസം 9 നാഴിക 9 വിനാഴിക ആവുമ്പോൾ ഒരു പൂർണ്ണ വളർച്ചയെത്തിരി കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടി അതിൻ്റെ ജാതി മനുഷ്യത്വമാണ്. അല്ലാതെ വേറെ ഒരു ജാതിയും നമുക്കില്ല. അതുപോലെ തന്നെ മതത്തെക്കുറിച്ച് ഗുരുദേവൻ പറഞ്ഞത് എല്ലാ മതങ്ങളുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, ഈശ്വരനെ അറിയുക എന്ന് തന്നെയാണ് എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം. അങ്ങനെ എല്ലാ മതത്തിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണെങ്കിൽ എല്ലാ മതത്തിൻ്റെയും സാരവും ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഗുരുദേവൻ നമ്മോട് പറഞ്ഞത്, മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. മനുഷ്യൻ നന്നായി ജീവിക്കണം. ദിവസവും എല്ലാവരും കുറച്ച് കൃത്യനിഷ്ഠകൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. അത് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. സാമാന്യധർമ്മവും പഞ്ചമഹായജ്ഞവും സാമാന്യധർമ്മവും നമ്മുടെ നിത്യവും പാലിക്കേണ്ടതുണ്ട്. പഞ്ചശുദ്ധി, നമുക്ക് ആദ്യം പഞ്ചശുദ്ധി എന്താണെന്ന് നോക്കാം. പഞ്ചശുദ്ധിയിൽ 5 തരം ശുദ്ധികളെ കുറിച്ച് ഗുരുദേവൻ പറയുന്നത് ശരീരശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, വാക്ശുദ്ധി, ഗ്രഹശുദ്ധി. അപ്പോൾ ആദ്യം പറയുന്നത് ശരീരശുദ്ധിയെ കുറിച്ചാണ്. ശരീരശുദ്ധിയിൽ ഗുരുദേവൻ പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാലൂടെ ശുദ്ധമായ ജലത്തിൽ കുളിക്കുകയും കണ്ണ്, മൂക്ക്, നഖം, പല്ല് വൃത്തിയായി കഴുകുകയും അതിനുശേഷം ശുദ്ധമായ നല്ല അഴുക്കില്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുകയും ശുദ്ധമായി ശ്വസിക്കുകയും ശുദ്ധമായ ആഹാരം കഴിക്കുകയും ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ശരീരം ശുദ്ധമായിട്ട് മാറുന്നത്. ശുദ്ധമായ ആഹാരം എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ പാകം ചെയ്തെടുക്കുന്ന നമ്മുടെ അമ്മ അല്ലെങ്കിൽ നമ്മുടെ ആരാണ് വീട്ടിൽ പാചകം
സ്നേഹത്തോടു കൂടി എൻ്റെ കുട്ടികൾക്കും എൻ്റെ ഭർത്താവിനും കൊടുക്കാനുള്ള ആഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എൻ്റെ മകൾക്കും മകനും കൊടുക്കാനുള്ള ആഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്ന് നല്ല മനസ്സോടുകൂടി നല്ല സന്തോഷത്തോടുകൂടി ഉണ്ടാക്കുന്ന ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളോട് നമുക്ക് നല്ല സ്നേഹം ഉണ്ടാവും, നമ്മുടെ ശരീരവും ശുദ്ധമായി മാറും. അങ്ങനെ ശുദ്ധമായ ആഹാരം കഴിക്കണം, ദിവസവും നമ്മൾ കുളിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശരീരശുദ്ധിയിൽ ഗുരുദേവൻ നമ്മോട് പറഞ്ഞത്. അടുത്ത് വരുന്നത് മനഃശുദ്ധിയാണ്. നല്ല ശരീരത്തിൽ ശുദ്ധിയുള്ള ഒരാൾക്ക് നല്ല മനസ്സും ശുദ്ധമായിരിക്കും. നമ്മുടെ ശരീരത്തിന് എങ്ങനെയാണോ ആഹാരം കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ദിവസവും ആഹാരം കൊടുക്കേണ്ടതുണ്ട്. മനസ്സിന് കൊടുക്കുന്ന ആഹാരം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈശ്വര പ്രാർത്ഥന, അല്ലെങ്കിൽ ഈശ്വരന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മൾ ധ്യാനിക്കുക. ഇതിലൂടെ നമ്മുടെ മനസ്സ് എന്താവും? ശുദ്ധമായി മാറും. നമ്മുടെ മനസ്സിലെ കളങ്കങ്ങളെല്ലാം മാറി മാറി നമ്മുടെ മനസ്സ് ഏകാഗ്രമായിട്ട് അവിടെ നമ്മുടെ ഈശ്വരന്റെ ആ ഒരു ബ്ലെസ്സിങ്, ആ ഈശ്വരന്റെ അനുഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറുമ്പോൾ നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ശുദ്ധമായി മാറും. പിന്നെ പറയുന്നത് ഇന്ദ്രിയ ശുദ്ധിയാണ്. ഇന്ദ്രിയ ശുദ്ധി പറയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളല്ല, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഈ കാര്യങ്ങൾ നമ്മൾ ശുദ്ധമായി വെക്കണം. ഇതിനെ ശുദ്ധമായി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ണ് എങ്ങനെ ശുദ്ധമായി വെക്കണമെന്ന് വെച്ചാൽ നമ്മൾ കണ്ണ് കഴുകാമെന്നതാക്കാം. നമ്മുടെ ഈ നാട്ടിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് എന്താണോ വേണ്ടത് അത് മാത്രം നമ്മൾ സ്വീകരിക്കുക. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ കാണരുത്. കണ്ടാൽ തന്നെ നമ്മൾ അപ്പോൾ തന്നെ അത് മനസ്സിലോട്ട് പോകുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അതെന്ത് ചെയ്യുക? മാറ്റി കളയുക. അതാണ് കണ്ണിൻ്റെ ശുദ്ധി. അടുത്ത കണ്ണ്, മൂക്ക്, ഈ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം നമ്മുടെ മുഖത്ത് തന്നെയുണ്ട്. മൂക്ക് എന്താ? നമ്മളിങ്ങനെ പോകുമ്പോൾ ചില നല്ല സുഗന്ധങ്ങൾ വരും. ചിലപ്പോൾ ബേക്കറിയിൽ കാണുമ്പോൾ നമുക്ക് നല്ല സുഗന്ധം വരുമ്പോൾ അങ്ങോട്ട് കയറാം എന്നൊരു ചിന്ത വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? മൂക്കിനെ കൺട്രോൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ എവിടേക്കാണോ പോകുന്നത് ആ ലക്ഷ്യത്തിലേക്ക് പോവുക. അതുപോലെ തന്നെ നമ്മുടെ നാക്ക്, നമ്മൾ നല്ല രുചികരമായ ആഹാരങ്ങൾ കഴിക്കണം. നമുക്ക് പുറത്തുപോയി ആഹാരം കഴിക്കാനൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മളതിനെ കൺട്രോൾ ചെയ്യുക. നമുക്ക് എപ്പോഴും വേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ശുദ്ധമായ ആഹാരങ്ങൾ തന്നെ കഴിക്കണം. അത് നാക്ക്, നമ്മുടെ നാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നമ്മുടെ നാവിൽ നിന്ന് പോകുന്ന ഒരു വാക്ക് പോലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഗുരുദേവൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഓരോ വാക്കും പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ശുദ്ധമായിട്ടുള്ള വാക്കുകളാണോ വരുന്നത്, അതിൽ ആർക്കും വിഷമം വരുന്ന വാക്കുകളൊന്നും നമ്മുടെ വായിൽ നിന്ന് വരരുത്. പിന്നെ നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണം? നമ്മുടെ വാക്കുകൾ സ്ഫുടമായിരിക്കണം. പിന്നെ നല്ല മധുരമുള്ള വാക്കുകളായിരിക്കണം. ആർക്കും വിഷമം തട്ടുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ പാടില്ല. പിന്നെ എന്താണ്? നമ്മുടെ ത്വക്കിനെ എങ്ങനെ ശുചിയാക്കുമെന്ന് നമ്മൾ ഈ കോവിഡ് സമയത്ത് നമ്മൾ പഠിച്ചു. നമ്മുടെ നമ്മൾ പുറത്തു പോയി കഴിഞ്ഞിട്ട് വന്നോടെ കൈകാലുകളൊക്കെ തേച്ച് കഴുകുക. പിന്നെ എന്താണ്? നമ്മുടെ ശരീരത്തിൽ അണുക്കളൊന്നും കയറാതെ നമ്മൾ നിത്യവും കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് നല്ല ശുദ്ധമായി ശ്വസിച്ച് നമ്മളൊക്കെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ നമ്മളെ ശുദ്ധമാക്കി വെക്കണം. പിന്നെ പറയുന്നത് ഗ്രഹശുദ്ധി. നമ്മുടെ എല്ലാവരുടെ വീടുകളിൽ അടുക്കളയില്ല. ഗുരുദേവൻ പറഞ്ഞത് ഗ്രഹശുദ്ധി അടുക്കളയിൽ നിന്ന് തുടങ്ങണമെന്നാണ്. കാരണം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ആഹാരങ്ങളെല്ലാം പാകം ചെയ്യുന്നത് അടുക്കളയിലാണല്ലോ. അപ്പം അടുക്കളയാണ് നമ്മൾ ആദ്യം ശുദ്ധീകരിക്കേണ്ടത്. കാരണം ആഹാരത്തിൻ്റെ വേസ്റ്റുകൾ ഉണ്ടാവും. അതെല്ലാം നമ്മൾ അന്നൊന്ന് തന്നെ ശുദ്ധി ചെയ്ത് നമ്മുടെ വേണ്ടാത്തതെല്ലാം വീടിനെ പുറത്താക്കണം. അവിടെ ഒരിക്കലും അശുദ്ധമായിട്ടുള്ള സാധനങ്ങൾ പോലും കാണരുത്. ദിവസവും നമ്മുടെ അടുക്കള ക്ലീൻ ചെയ്ത്, ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് നമ്മുടെ ഇതുപോലെ ഫ്രിഡ്ജ്, അല്ലെ, നമ്മുടെ വേസ്റ്റ് സാധനങ്ങളെല്ലാം കൊണ്ട് വെക്കുന്നത് എന്താ? ഫ്രിഡ്ജിലാണ്. ഇന്ന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം നമ്മൾ കൊണ്ട് വെക്കുന്നത് ഫ്രിഡ്ജിലാണ്. പണ്ട് കാലങ്ങളിൽ നമ്മുടെ അടുക്കളയിൽ തലേ ദിവസം ഒരു സാധനങ്ങൾ പോലും ഉണ്ടാവില്ല. അതെല്ലാം നമ്മൾ പുറത്ത് മാറ്റണം. നമ്മുടെ ഫ്രിഡ്ജ് എന്നും ക്ലീൻ ആയിരിക്കണം. രാത്രിയാവുമ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും കാണാൻ പാടില്ല. പാചകം ചെയ്ത ഒരു സാധനം പോലും നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ട് അത് പിറ്റുന്നത്തേക്ക് ചൂടാക്കിയെടുത്ത് ഉപയോഗിക്കരുത്. അങ്ങനെ ഗ്രഹശുദ്ധിയിൽ പറയുന്നത് വീട്ടിൽ നല്ല ശുദ്ധമായി കിട്ടണം. നമ്മുടെ വീട് എപ്പോഴും വായു സഞ്ചാരമുള്ള വീടായിരിക്കണം. സൂര്യപ്രകാശം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവണം. ഇതാണ് ഗ്രഹശുദ്ധിയിലെ ഗുരുദേവൻ നമ്മോട് പറഞ്ഞത്. ഇനി അടുത്ത നമ്മൾ ആചരിക്കേണ്ട ഒരെണ്ണമാണ് സാമാന്യധർമ്മം. സാമാന്യധർമ്മത്തിൽ അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം, ഇങ്ങനെ 5 കാര്യങ്ങളെ ഉള്ളത്. അപ്പൊ ആദ്യം വരുന്നത് അഹിംസയാണ്. നമ്മൾ മനസ്സ വാച കർമ്മണ, നമ്മുടെ മനസ്സുകൊണ്ടോ
നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ആരെയും നമ്മൾ ഹിംസിക്കാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ കൊല്ലുക മാത്രമല്ല, ആർക്കും വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ പോലും, ആരുടെയും മനസ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല, നമ്മൾ പ്രവർത്തിക്കാൻ പാടില്ല. പിന്നെ ഒരു ജീവികളെയും നമുക്ക് കൊല്ലാൻ പാടില്ല. കൊന്നു കഴിഞ്ഞാൽ അതെന്താണ്? ചത്തു കഴിഞ്ഞ ജീവി എന്നത് ശവമാണ്. നമ്മൾ സാധാരണ ഈ ശവങ്ങളെ നമ്മൾ ശവം വെട്ടിമൂടുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഈ ശവങ്ങളെ നമ്മൾ വീട്ടിലെ കൊണ്ടുപോയി കറി വെച്ച് നമ്മുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നു, ബന്ധുക്കൾക്ക് കൊടുക്കുന്നു. അപ്പം ശവക്കറികൾ ഉപയോഗിക്കരുത് എന്ന് ഗുരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം മത്സ്യമാംസാദികൾ നമ്മൾ ഉപയോഗിക്കരുത്, കാരണം അത് ശവക്കറികളാണ്. അത് നമുക്ക് ദോഷം ചെയ്യും. കുഞ്ഞുങ്ങൾക്ക് ശവക്കറികൾ കൊടുത്താൽ അവരുടെ മനസ്സ് പോലും ആ ജീവി എന്താണോ ആ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രകടിപ്പിച്ചത് അത് കാര്യങ്ങൾ കുട്ടികളിലൂടെയും വലിയവർക്കും എല്ലാം അത് പ്രകടനങ്ങൾ വരും. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കോഴിയെ കുറിച്ച് നമുക്കറിയാം. അത് നമ്മൾ ചിക്കൻ കഴിക്കുമ്പോൾ ഈ കോഴിയിലുള്ള എല്ലാ ദോഷങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ പുറത്തു വരും. അതുകൊണ്ട് ഒരിക്കലും ശവക്കറികൾ നമ്മൾ കഴിക്കാൻ പാടില്ല. മംഗളകർമ്മങ്ങൾക്ക് പ്രത്യേകിച്ചും ശവക്കറികൾ വിളമ്പാനും പാടില്ല. നമ്മുടെ ആഹാരം എപ്പോഴും ശുദ്ധമായ ആഹാരമായിരിക്കണം. ഗുരുദേവൻ വ്യക്തമാക്കി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ശുദ്ധമായ ആഹാരം കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമായി മാറുകയുള്ളൂ. പിന്നെ നമുക്ക് പറയുന്നത് മദ്യനിഷേധം, അസ്തേയം. മൂന്നാമത് അസ്തേയമാണ്. അസ്തേയത്തിൽ ഗുരു പറയുന്നത് ആരുടെയും ധനം നമ്മൾ ആഗ്രഹിക്കാനോ അത് മോഷ്ടിക്കാനോ പാടില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതാണ് നമുക്കുള്ളത്. നമുക്ക് കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ നമ്മൾ കഠിനാധ്വാനം ചെയ്യാം, അല്ലാതെ ആരുടെയും ധനത്തെ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കരുത്, മോഷ്ടിക്കരുത്. മോഷ്ടിക്കാതിരിക്കുന്നത് ഐശ്വര്യ സമ്പൂർണ്ണമാണ് എന്ന് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സാ വാച കർമ്മണം നമ്മൾ ആരുടെയും ധനത്തെ മോഹിക്കാൻ പാടില്ല. പിന്നെ വരുന്നത് അവ്യഭിചാരം. ആ വ്യഭിചാരം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണ്, നമ്മുടെ മനസ്സ്, നമ്മുടെ വാക്ക്, നമ്മുടെ കണ്ണുകൊണ്ട് പോലും നമ്മൾ ഒരു തെറ്റും ആരോടും ചെയ്യരുത്. എല്ലാവരും നമ്മുടെ സഹോദരന്മാരെ കാണണം. അങ്ങനെ കാണുമ്പോൾ നമുക്കൊരിക്കലും തെറ്റ് വരാൻ പാടില്ല. നമ്മുടെ മനസ്സുകൊണ്ട് പോലും ഒരിക്കലും തെറ്റ് ചിന്തിക്കാൻ പാടില്ല. ഇങ്ങനെ അവ്യഭിചാരം ചെയ്യുന്ന ഒരാളുടെ ധനം, സമ്പത്ത്, അവരുടെ എന്താ പറയുക ഗുണങ്ങൾ, അവരുടെ പിന്നെ അവരുടെ സ്ഥാനം, മാനം, അവരുടെ ജീവന് പോലും ആപത്തായി വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവ്യഭിചാരം ചെയ്യാൻ പാടില്ല. അടുത്ത മദ്യനിഷേധം. ഗുരുദേവൻ നമ്മളോട് അരുതെന്ന് പറഞ്ഞതാണ്. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഗുരുദേവൻ പ്രത്യേകം നമ്മളോട് പറഞ്ഞു അരുതെന്ന് പറഞ്ഞ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അരുത് എന്ന് പറയുന്നത് നമ്മൾ പിന്നെയും ചെയ്തു കഴിഞ്ഞാൽ അത് ഗുരു നിന്ദയാണ്. ഗുരു നിന്ന നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആപത്തുകൾ വിളിച്ചു വരുത്താം. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഗുരുനിന്ദ ചെയ്യാൻ പാടില്ല. മദ്യനിഷേധം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കുടുംബത്തിലെ സ്ത്രീകൾ പോലും മദ്യപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മുടെ നാട് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെയധികം ഇത് നേരത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോൾ പോലും നമ്മൾ പേടിക്കേണ്ടതുണ്ട്. കാരണം ലോകം മൊത്തം ഇപ്പോൾ പ്രത്യേകിച്ച് കേരളം മൊത്തം കഞ്ചാവിൻ്റെ അടിമയാണ്. സ്കൂളുകളുടെ പരിസരങ്ങളിലും കോളേജുകളിലും ഒക്കെ കഞ്ചാവിൻ്റെ വിതരണം ഒരുപാട് നടക്കുകയാണ്. അപ്പം ഈ മദ്യം ഉപയോഗിക്കരുത്. മദ്യത്തിൽ വരുന്നത് ബുദ്ധിയെ ഭ്രമം ഉണ്ടാക്കുന്നതാണ് മദ്യം. ബുദ്ധിയെ ഭ്രമം ഉണ്ടാക്കുന്നത് എന്താണോ അതെല്ലാം നമ്മുടെ മദ്യത്തിൽ വരുന്നതാണ്. പുകയില, കഞ്ചാവ്, കറുപ്പ്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ കുട്ടികളോ നമ്മളോ ആരും ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അടുത്ത് പറയുന്നത് എന്താണ് ഗുരു? അടുത്ത് നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് ബ്രഹ്മചര്യത്തെ കുറിച്ച് ഗുരു വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടി എപ്പോഴാണ് നമ്മൾ ബ്രഹ്മചര്യം തുടങ്ങേണ്ടത്? ഒരു കുട്ടി അമ്മയുടെ ശരീരത്തില് ഉള്ളില് ജനിക്കുന്നത് മുതൽ കുട്ടികളുടെ ബ്രഹ്മചര്യം തുടങ്ങണം. ഗുരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ത്രീ ഗർഭിണിയായാൽ ആ കുഞ്ഞ് ഉള്ളിൽ വരുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും ബ്രഹ്മചര്യം പാലിക്കണം. കുട്ടിയുടെ അമ്മയും അച്ഛനും ബ്രഹ്മചര്യം അന്ന് മുതൽ പാലിച്ചെങ്കിൽ മാത്രമേ ആ ജനിച്ച കുട്ടിക്ക് ജീവിതത്തിലേക്ക് വരുമ്പോൾ ബ്രഹ്മചര്യം പാലിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള കുട്ടി നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ
നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ കുട്ടി ജനിക്കുന്നത് മുതലേ കുട്ടി സ്കൂളിൽ പോകുന്നത് വരെ ബ്രഹ്മചര്യം പാലിക്കണം. പിന്നെ നമ്മുടെ കുട്ടി ജനിച്ചു കഴിഞ്ഞാലോ കുട്ടിയുടെ മുന്നിൽ വെച്ച് നമ്മൾ ഒരു മോശമായ പ്രവൃത്തിയോ ഒരു മോശമായ വാക്കോ ഒരു മോശമായ ഒരു രീതി പോലും നമ്മുടെ കുട്ടിയുടെ മുന്നിൽ മാതാപിതാക്കളോ കുട്ടിയുടെ മുന്നിൽ വരുന്ന ആരും പ്രവർത്തിക്കാൻ പാടില്ല. അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്ന് ഗുരുദേവൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. 5 വയസ്സ് വരെ കുട്ടികളെ ദേവന്മാരെ പോലെ വളർത്തണം. അവർക്ക് എന്തൊക്കെ നല്ല നല്ല സാധനങ്ങൾ മേടിച്ചു കൊടുക്കാവോ, എന്തൊക്കെ രീതിയിൽ അവരെ സന്തോഷിപ്പിക്കാവോ, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കാവോ, ആ രീതി പൂജ നടക്കുകയാണ്. അപ്പോൾ 5-ാമത്തെ വയസ്സ് വരെ കുട്ടിയെ നമ്മൾ ദേവനെ പോലെ വളർത്തണമെന്നാണ് ഗുരു പറഞ്ഞത്. അപ്പം നമ്മുടെ ഒരു മോശമായ ഒരു വാക്ക് പോലും കുട്ടിയുടെ മുന്നിൽ വെച്ച് ആരും പറയാൻ പാടില്ല. ഈ കൃത്യനിഷ്ഠകളൊക്കെ കുട്ടികളെ വീട്ടിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അവൻ എങ്ങനെയാണ് ഗുരുവിനെ കാണേണ്ടത്, ഗുരുവിനൊക്കെ അധ്യാപകരല്ല അവരെങ്ങനെയാണ് പെരുമാറേണ്ടത്, ജീവിതത്തിൽ നിത്യവും ചെയ്യേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കുട്ടിയെ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിക്കാൻ പറ്റാത്ത രക്ഷകർത്താക്കളാണെങ്കിൽ അവരെ ഗുരുകുലത്തിലേക്ക് നമ്മുടെ മഠങ്ങളിലേക്ക് വിടുക. അവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, ആ ക്ലാസ്സുകളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കണം. അങ്ങനെ പങ്കെടുക്കുന്ന കുട്ടി വീട്ടിൽ വന്ന് വീട്ടിലെ ദിനചര്യകളും കൂടെ കണ്ടു കഴിയുമ്പോൾ കുട്ടി ഒരു ഉത്തമ പൗരനായിട്ട് വളരാൻ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ കുട്ടികളെ ഒരു ഉത്തമ പൗരനായിട്ട് വളർത്തുക. അതിനു വേണ്ടിയിട്ടാണ് ഗുരുദേവൻ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിയിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇന്ദ്രിയശുദ്ധിയും വാക്ശുദ്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും അഹിംസ, സത്യം, അസ്തേയം, അവ്യഭിചാരം, മദ്യവർജനം ഇതെല്ലാം കുഞ്ഞുനാളിൽ പല കഥാരൂപത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ ഒരിക്കലും കുട്ടികൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുക്കരുത്. പ്രത്യേകിച്ച് സ്കൂളിലേക്ക് പോകുന്ന പ്രായം വരെ എങ്കിലും നമ്മൾ മൊബൈൽ ഫോണിൽ കുട്ടികൾക്ക് കളിക്കാൻ കൊടുക്കരുത്. അവരോട് ആ സമയത്ത് നമ്മൾ നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഗുരുദേവൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഗുരുദേവൻ ഒരുപാട് അതിശയകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഓരോ ദേവന്മാരുടെ കഥകൾ, നമ്മുടെ രാമായണ മഹാഭാരതത്തിൽ ഉണ്ടായിരുന്ന കഥകൾ, ഗുരുവിൻ്റെ കാര്യങ്ങളെല്ലാം കുഞ്ഞിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് കുഞ്ഞു പ്രായത്തിലാണ്. ആ കുഞ്ഞു പ്രായത്തിൽ ആ കുട്ടിക്ക് ഇതെല്ലാം അവരുടെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, ഒരിക്കലും ജീവിതത്തിൽ വഴി തെറ്റുകയില്ല. അവനൊരിക്കലും മദ്യത്തിനോ മയക്കുമരുന്നിനോ അല്ലെങ്കിൽ ഒരു അധ്യാപകനെ മോശമായി സംസാരിക്കുന്നതിനോ ഒന്നും ഒരിക്കലും അവന് അതിലോട്ട് പോവില്ല എന്ന് ഗുരുദേവൻ നമ്മോട് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. ദൈവികമായ കാര്യങ്ങൾ കുഞ്ഞുനാളിൽ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ വീടുകളിൽ നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൂടി നമ്മുടെ അടുത്തിരുത്തി ആ ദൈവദർശനത്തിൻ്റെ നമ്മൾ പറഞ്ഞ് പാടുമ്പോൾ കുഞ്ഞും ചെറുതിലേ തന്നെ കേട്ട് പഠിക്കും. ഒരു 2-3 വയസ്സാകുമ്പോൾ കുഞ്ഞുങ്ങൾ ദൈവദർശനം താനെ ചൊല്ലി പറയും. അപ്പം നമ്മുടെ വീടുകളിൽ നിത്യവും നമ്മൾ എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളെ വളരുന്നു അനുസരിച്ച് പുതിയ തലമുറയാണ് അവർ വളരുന്നത്. പുതിയ തലമുറ നല്ല രീതിയിൽ വളർന്നെങ്കിൽ മാത്രമേ രാഷ്ട്രത്തിനും കുടുംബത്തിനും എല്ലാം പ്രയോജനമുള്ളൂ. അപ്പോൾ ആ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും എല്ലാ കാര്യങ്ങളും വൈകിട്ട് സന്ധ്യയ്ക്ക് കുഞ്ഞിനെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ അതിന് മുന്നിൽ കൊണ്ടിരുത്തി നാമങ്ങൾ പറഞ്ഞ് ശീലിപ്പിക്കണം. അങ്ങനെയുള്ള കുട്ടി ജീവിതത്തിൽ അവരുടെ അവസാന കാലം വരെ അവൻ എന്ത് ചെയ്യും, ഇതേപോലെ തന്നെ പ്രവർത്തിക്കും. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ എന്താ ചെയ്യുക, സ്കൂളിൽ പോകേണ്ട ഒരു കുട്ടികളിൽ നേഴ്സറി പോകുന്നൊരു കുട്ടി 8 മണിക്കാണ് നേഴ്സറി പോകേണ്ടെങ്കിൽ 7:30 വരെ കിടന്നുറങ്ങുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കുട്ടിയെ പെട്ടെന്ന് വിളിച്ചുണർത്തുക, അവരെ പെട്ടെന്ന് കുളിപ്പിക്കുക, പെട്ടെന്ന് ആഹാരങ്ങൾ കുത്തിക്കയറ്റുക, സ്കൂൾ ബസ്സിലേക്ക് തള്ളിവിടുക. ഈ കാഴ്ച നമ്മൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്.
ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കുട്ടിക്ക് കൃത്യനിഷ്ഠ ജീവിതത്തിൽ വരണമെങ്കിൽ കുഞ്ഞു പ്രായത്തിൽ തന്നെ അവരെ കൃത്യനിഷ്ഠ പഠിപ്പിക്കുക. സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേൽക്കുക. വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും ഗുരുദേവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, സൂര്യോദയത്തിന് മുന്നേ എല്ലാവരും ഉണർന്നിരിക്കണം. സൂര്യോദയം കാണുന്നതിന് മഹാഭാഗ്യമാണ്. അങ്ങനെ ഒരു ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ ഡെയിലി കൊണ്ടുവരണം, നിത്യം കൊണ്ടുവരണം. അങ്ങനെ സൂര്യോദയത്തിന് മുമ്പേ ഉണർത്തുന്ന കുട്ടി അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, സ്വന്തമായിട്ടുള്ള ബുക്കുകൾ സ്വന്തം ബാഗിൽ നൽകാൻ അവരെ ആദ്യം പരിശീലിപ്പിക്കണം. അങ്ങനെ പരിശീലിച്ചു കഴിയുമ്പോൾ സ്വന്തം കാര്യങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാനുള്ള ഒരു പ്രേരണ കുട്ടിയിൽ വരും. പിന്നെ നമ്മുടെ കുട്ടികളോ നമ്മുടെ വീട്ടിൽ നിന്ന് ആരും പുറത്ത് പോകുമ്പോഴോ തിരിച്ചു വരുമ്പോഴോ ഒരിക്കലും നമ്മൾ ദേഷ്യത്തോടുകൂടി അവരെ പറഞ്ഞയക്കാനോ തിരിച്ചു വരുമ്പോൾ ദേഷ്യത്തോടുകൂടി സ്വീകരിക്കാനോ പാടില്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ പ്രായമുള്ളവർ വരെ പുറത്ത് പോകുമ്പോൾ, ഇപ്പോൾ കുഞ്ഞു കുട്ടികളായിട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കണം. മോനെ മോളെ നീ സ്കൂളിൽ പോയി വരൂ. അപ്പോൾ കുട്ടി എന്താ അമ്മയോട് പറയേണ്ടത്, അമ്മേ അല്ലെങ്കിൽ അച്ഛ ഞാൻ പോയി വരട്ടെ. അപ്പോൾ ഇങ്ങനെ പോയി വരട്ടെ എന്ന് പറയുന്ന കുട്ടിയോട് അമ്മ പറയാനോ മോനെ പോയി വരൂ. അങ്ങനെ സ്കൂളിൽ നിത്യവും തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് ആ സമയത്ത് കുട്ടി എന്ത് ചെയ്യുക, അച്ഛൻ്റെയോ അമ്മയുടെയോ പാദത്തിൽ തൊട്ട് നമസ്കരിച്ച് ആ വലിയ സന്തോഷത്തോടുകൂടി പുറത്തു പോകുന്ന കുട്ടി എന്താ അവരുടെ അടുത്ത ആഗ്രഹം, എനിക്ക് എത്രയും പെട്ടെന്ന് കൃത്യസമയത്ത് വീട്ടിൽ തിരിച്ചെത്തുക. അതെ, കുട്ടി എത്ര വളർന്നാലും കുട്ടി അമ്മയെക്കാളും വലിയ വലിയ ജോലികളിൽ ഏർപ്പെടുകയും എത്ര സമ്പാദ്യം ഉണ്ടാക്കിയാലും കുട്ടിയുടെ മനസ്സെന്ത് ചെയ്യും, എൻ്റെ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എൻ്റെ വീട്ടിൽ കൃത്യസമയത്ത് തിരിച്ചെത്തുക എന്നൊരു ബോധം കുട്ടിയുടെ ചെറുപ്പകാലത്തിൽ മുതൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിച്ച് വളർത്തുക തന്നെ വേണം. നമ്മുടെ ഏതെങ്കിലും കുട്ടികൾ നമ്മൾ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ഒരിക്കലും കുട്ടികളല്ല, രക്ഷകർത്താക്കൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി. ഗുരുദേവൻ വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കുട്ടിയുടെ ഗർഭകാലം മുതൽ കുട്ടി സ്കൂളിൽ പോകുന്നവരെ ബ്രഹ്മചര്യം പാലിച്ചിരിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ അവൻ ബ്രഹ്മചര്യം പാലിച്ചിരിക്കും. അവരൊരിക്കലും അവ്യഭിചാരത്തിലോ അസ്തയത്തിലോ ഒന്നും ഒരിക്കലും പോകില്ല. ഇതെല്ലാം കണ്ടു പഠിക്കുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥനകൾ കഴിഞ്ഞിട്ട് കുട്ടിയെ പഠിക്കാനിരിക്കുമ്പോൾ നമുക്ക് പറ്റുമെങ്കിൽ കുട്ടിയുടെ കൂടെ പോയി നമ്മൾ ഇരിക്കുക. എന്നിട്ട് കുട്ടിയോട് പറയുക, അന്നുള്ള പാഠങ്ങൾ വളരെ വ്യക്തമായിട്ട് അന്നതിനെ പഠിച്ച് തീർക്കുക. ഇതിനിടയ്ക്ക് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗങ്ങളൊന്നും കുട്ടികൾക്ക് ആവശ്യമില്ല. നമ്മൾ മൊബൈൽ ഫോൺ എന്തിനാണ് ഉപയോഗിക്കുന്നത്, നമ്മൾ പുറത്ത് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാനും പലരും നമ്മൾ ഫോണോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടി കൃത്യമായിട്ട് സ്കൂൾ ബസ്സിൽ കയറി പോകുന്ന കുട്ടിയെ സംബന്ധിച്ച് മൊബൈൽ ഫോണിൻ്റെ ആവശ്യമേ വരുന്നില്ല. അപ്പോൾ കുട്ടിയോട് അങ്ങനെ വളരുന്ന കുട്ടി വലുതായാലും അനാവശ്യമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല, അനാവശ്യമായി ഒരു കൂട്ടുകെട്ടിലും ചെന്ന് പെടാറില്ല. എങ്ങനെയാണ് നമ്മുടെ കുട്ടികൾ അനാവശ്യ കൂട്ടുകെട്ടിൽ പെടുന്നത്, അവരുടെ ദിനചര്യകൾ കൃത്യമായി ചെയ്യുകയും അവൻ തിരിച്ചു വരുമ്പോൾ അവരോട് കാര്യങ്ങൾ ചോദിക്കാൻ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് സമയം കണ്ടെത്താത്തതുമായ കുട്ടികളാണ് ജീവിതത്തിൽ വഴി തെറ്റുന്നത്. അവർ കുട്ടികൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അവരോട് ചോദിക്കണം, മോനെ ഇന്ന് എന്തൊക്കെയാണ് സ്കൂളിൽ സംഭവിച്ചത്, മോനെ എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായോ, എന്തെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടോ എങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, വളരെ സന്തോഷത്തോടുകൂടി കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കുട്ടികളെ അതിനെ പ്രാപ്തമാക്കി മാറ്റുകയാണ് ഓരോ അച്ഛനും അമ്മയും ചെയ്യേണ്ടത്. അത് അവരുടെ കുടുംബത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ്, കുട്ടിയുടെ ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം ഗുരുദേവൻ വ്യക്തമാക്കി ശ്രീനാരായണ ധർമ്മത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വീടിന് പുറത്തു പോകുമ്പോൾ ഒരിക്കലും ഇപ്പം പുറത്തു പോകുന്ന ഭർത്താവ് പുറത്തു പോകുമ്പോൾ ഭാര്യ തിരിച്ചു വരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി പൂമുഖ വാതിലിൽ നിന്ന് ഒരു ചെറു ചിരിയോടുകൂടി സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ വളരെ വിഷമത്തോടു കൂടിയാണ് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ, ഇത്രയും ബുദ്ധിമുട്ടി ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോൾ ഒരു ചെറു പുഞ്ചിരി അവരുടെ ഭാര്യ നൽകുകയാണെങ്കിൽ അതവരുടെ എല്ലാ കഷ്ടപ്പാടും മറന്ന് സന്തോഷത്തോടു കൂടി വീട്ടിനകത്തേക്ക് കയറാനുള്ള അവസ്ഥ ഉണ്ടാകും. ഇന്ന് പല വീടുകളിലും കാണുന്നത് ഭർത്താവ് തിരിച്ചു വരുമ്പോൾ മൊബൈൽ ഫോണും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഭാര്യമാരെയെ കാണുമ്പോൾ വളരെ വിഷമമാണ്. ഭർത്താവും കുട്ടികളും നമ്മുടെ അച്ഛനും അമ്മയും പുറത്തു പോയി അല്ലെങ്കിൽ ഒരു അതിഥി നമ്മുടെ വീട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ എന്താ ചെയ്യുക, നമ്മുടെ അപ്പോൾ കേട്ടിരിക്കുന്ന TV ആണെങ്കിൽ ഓഫ് ചെയ്യുക, നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ അത് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നമ്മൾ അവരോട് എന്തിനാ നിങ്ങൾ അത് അതിഥി വന്നാൽ നമ്മൾ അവരെ സ്വീകരിക്കുക,
അതിഥികളെ ദേവനെ പോലെ കാണണമെന്ന ഗുരുദേവൻ നമ്മോട് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ കാണിച്ചുകൊണ്ടിരുന്നാലോ അതിഥികൾ വരുന്നവർ എന്തിനാ ഈ വീട്ടിൽ വന്നതെന്ന് പോലും ചിന്തിച്ചു പോകും. അതിഥികളെ ദേവന്മാരെ പോലെ നമ്മൾ സ്വീകരിക്കണം. ആ സമയത്ത് നമ്മൾ അവരോട് സന്തോഷത്തോടെ നമ്മുടെ ശത്രുവാണ് വീട്ടിൽ വരുന്നെങ്കിൽ പോലും നമ്മൾ അവരോട് സ്നേഹത്തോടു കൂടി, നമ്മുടെ വീട്ടിൽ വന്നൊരു അതിഥിയാണ്, നമ്മുടെ സ്നേഹത്തോടു കൂടി എന്ത് ചെയ്യണം, അവരോട് പെരുമാറണം. നിങ്ങൾ എന്തിനാ വന്നത്, നിങ്ങൾക്ക് എന്താ ആവശ്യം, കുടിക്കാൻ വെള്ളം തരട്ടെ. നമ്മുടെ വീട്ടിൽ ശുദ്ധമായ വെള്ളം മാത്രമേ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം, നല്ല ചിരിച്ച മനസ്സോടുകൂടി അവർക്ക് നല്ല ശുദ്ധമായ ജലം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ച് ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഗുരുദേവൻ ഗൃഹസ്ഥാശ്രമ ധർമ്മം അനുഷ്ഠിക്കുന്നതിന് ഐശ്വര്യപൂർണ്ണമായ ഗൃഹസ്ഥാശ്രമിക്ക് വേണ്ടത് ഗൃഹസ്ഥാശ്രമിക്ക് ധനം സമ്പാദിക്കണം. ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ധനം ആവശ്യമാണ്. കാരണം തൻ്റെ കുടുംബം നല്ലതുപോലെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ധനം ആവശ്യമാണ്. അതിന് ഹാർഡ് വർക്ക്, കഠിനാധ്വാനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, ധനം സമ്പാദിക്കണം. ഈ ധനത്തെ നമ്മൾ എന്ത് ചെയ്യണം, പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിച്ചിട്ട് കുറച്ച് ധനം എന്ത് ചെയ്യണം, പുണ്യകർമ്മങ്ങൾക്ക്, ദാനകർമ്മങ്ങൾക്ക്, അഗതികൾക്ക്, ഭിക്ഷക്കാർക്ക്, ഇവർക്കെല്ലാം ആഹാരങ്ങൾ നമ്മൾ കൊടുക്കണം. നമ്മൾ പൈസ കൊടുക്കാൻ ഗുരുദേവൻ നമ്മളോട് പറഞ്ഞില്ല, ഇവർക്കെല്ലാം ആഹാരം കൊടുക്കണം. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് കുറവ്, അവരുടെ സമ്പത്തിന് ബുദ്ധിമുട്ടുകളുടെ കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കുറവ് നികത്തി ആ കുട്ടി എന്ത് ചെയ്യുക, പിടിച്ചുയർത്താൻ നമ്മൾ സഹായിക്കണം. നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മളവരെ സഹായിക്കുക. പിന്നെ വിവാഹത്തിന് ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നമ്മളെല്ലാവരും വിവാഹം കഴിക്കുമ്പോൾ 10 പൊരുത്തങ്ങൾ നോക്കാറുണ്ട്. നാൾപ്പുറത്ത് ഉൾപ്പെടെയുള്ള പൊരുത്തങ്ങൾ നോക്കാറുണ്ട്. ഗുരുദേവൻ അങ്ങനെ പൊരുത്തം നോക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. ഗുരുദേവൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് 6 പൊരുത്തങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഗുരുദേവൻ പറയുന്ന 6 പൊരുത്തങ്ങൾ നോക്കി ഒരു പെൺകുട്ടിയെയും പയ്യനെയും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ സന്തോഷമായി മാറുമെന്നൊരു ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. ഗുരുദേവൻ പറഞ്ഞ 6 പൊരുത്തങ്ങൾ. സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുരാഗം. ആദ്യം വേണ്ടത് ആ പെൺകൊച്ചിനും ആ പയ്യനും അവരെ കാണുമ്പോൾ പരസ്പര അനുരാഗം വരുന്നുണ്ടോ, അതോ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ടോ? പരസ്പര അനുരാഗം, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പര അനുരാഗമാണ് ഒന്നാമത്തെ പൊരുത്തം. 2 അവരുടെ വിദ്യാഭ്യാസം. അവരുടെ വിദ്യാഭ്യാസം നോക്കണം. നല്ല ഉയർന്ന വിദ്യാഭ്യാസത്തിലുള്ള ഒരു പയ്യന്, അത്രയും വിദ്യാഭ്യാസമുള്ള താഴ്ന്ന വിദ്യാഭ്യാസമുള്ള പെൺകുട്ടിയും തമ്മിൽ ഒരിക്കലും വിവാഹത്തിന് യോഗ്യമല്ല. ഇപ്പൊ ഡിഗ്രി പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് ഡിഗ്രി പഠിച്ച ഒരു പയ്യനെയാണ് കല്യാണം കഴിക്കേണ്ടത്. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസം നോക്കണം. പിന്നെ നോക്കേണ്ടത് ധനമാണ്. അത് നോക്കേണ്ടത് ധനമാണ്. ധനം എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ ധനങ്ങൾ യോജിച്ച് പോകുന്നുണ്ടോ? വലിയ സമ്പന്നനായിട്ടുള്ള ആള് ഒരിക്കലും താഴ്ന്ന വീട്ടിലുള്ള പെൺകുട്ടിയോ താഴ്ന്ന സമ്പന്നനായ ഒരാള് ഒരുപാട് സമ്പത്തുള്ളവരെയോ വിവാഹം കഴിക്കാൻ പാടില്ല. ഗുരുദേവൻ പറഞ്ഞതാണ്, വിവാഹത്തിന് പൊരുത്തം നോക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാരുടെ പരസ്പര അനുരാഗം, പിന്നെന്താണ് വിദ്യാഭ്യാസം, മൂന്നാമത്തെ പൊരുത്തമാണ് ധനം, പിന്നെ വരുന്നത് വയസ്സ്. അത് നോക്കേണ്ടത് കുറെ പ്രായം കുറഞ്ഞ ഒരാളും തമ്മിൽ വിവാഹത്തിന് യോഗ്യതയല്ല. അവരുടെ വയസ്സ് നോക്കണം. പിന്നെ വരുന്നത് അവരുടെ സൗന്ദര്യമാണ്. 2 പേരുടെ സൗന്ദര്യം അല്ലെങ്കിൽ 2 പേരുടെ പൊക്കം, അവരുടെ വണ്ണം, ഇതെല്ലാം കറക്റ്റാണോ എന്ന് നോക്കണം, സൗന്ദര്യം. പിന്നെ വരുന്നതാണ് ശീലം. ഇങ്ങനെയുള്ള 6 പൊരുത്തങ്ങളാണ് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഈ 6 പൊരുത്തങ്ങളും കൃത്യമായി നോക്കി വിവാഹം കഴിക്കുന്ന ഒരു കുടുംബത്തിലെ ആരും പിന്നെ അവർക്കൊരു ദോഷം സംഭവിക്കില്ല എന്ന് ഗുരുദേവൻ നമ്മോട് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ 6 പൊരുത്തങ്ങൾ ഇതൊക്കെയാണ്: സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള പരസ്പര അനുരാഗം, പിന്നെ അവരുടെ വിദ്യ, പിന്നെ ധനം, പിന്നെ വയസ്സ്, സൗന്ദര്യം, പിന്നെ ഒന്നാണ് ശീലം. ഒരേ ശീലത്തിലുള്ളവർ മാത്രമേ വിവാഹത്തിന് പങ്കെടുക്കാൻ പാടുള്ളൂ. ഒരാളിനാണെങ്കിൽ മൊത്തം കറങ്ങി നടക്കുന്നത് ഇഷ്ടം, ഒരാളിന് കറങ്ങി നടക്കുന്നത് ഇഷ്ടമല്ല. അല്ല, ഒരാളുടെ മാംസാഹാരം ഇഷ്ടമുള്ള ഒരാളുടെ മാംസാഹാരം ഇഷ്ടമല്ല. ഇങ്ങനെ ശീലങ്ങൾ വ്യത്യാസമായിട്ട് അവരുടെ ഇടയിൽ പല വഴക്കുകൾ സംഭവിക്കാം, പല പ്രശ്നങ്ങൾ വരാം. അപ്പോൾ എന്ത് ചെയ്യാം, ഒരേ ശീലമുള്ളവരാണ് കല്യാണം കഴിക്കേണ്ടത്.
പിന്നെ സുഖവും ദുഃഖവും എന്ത് ചെയ്യണം? ഭാര്യ ഭർത്താവ് ഒരുമിച്ച് തന്നെ അനുഭവിക്കണം. എപ്പോഴും സുഖമുണ്ടായി ജീവിതത്തിൽ എപ്പോഴും സുഖവും ദുഃഖവും സമ്മിശ്രമാണ്. അപ്പോൾ എപ്പോഴും സുഖമുണ്ടായിരിക്കണമെന്നില്ല, എപ്പോഴും ദുഃഖം ഉണ്ടാക്കുന്നുണ്ടാവില്ല. പക്ഷേ സുഖം വരുമ്പോൾ സന്തോഷവും ദുഃഖം വരുമ്പോൾ ആ ദുഃഖവും ഒരു രണ്ടുപേരും പങ്കിട്ട് തന്നെ എന്ത് ചെയ്യണം? അത് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാ പ്രവൃത്തിയെല്ലാം പരസ്പര സഹകരണം ആവശ്യമാണ്. എല്ലാ പ്രവൃത്തിയെല്ലാം നമുക്ക് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകണം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഭാര്യയും ഭർത്താവും ഒരുമിച്ച് എന്ത് ചെയ്യുക? സഹകരിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സഹകരിച്ച് മുന്നോട്ട് പോകണം. പിന്നെ എന്താ ഉള്ളത്? അന്യോന്യം തെറ്റുകുറ്റങ്ങൾ സംഭവിക്കാം. ജീവിതമാണ്, എന്ത് തെറ്റുകുറ്റങ്ങളും അന്യോന്യം സംഭവിക്കാം. ആ സമയത്ത് തെറ്റുകുറ്റങ്ങൾ സന്തോഷത്തോടുകൂടി അവരവർ പറഞ്ഞ് മനസ്സിലാക്കി അതെന്ത് ചെയ്യാം? അതിനെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് വേണ്ടത്. ഇതെല്ലാം ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ നമ്മുടേതായിട്ടുള്ള ഒരു വാക്കുമില്ല. ഗുരുദേവൻ നല്ലൊരു കുടുംബജീവിതത്തിൽ ദേവസ്വാമിയോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ കാര്യങ്ങളെല്ലാം. ഇത് നമ്മൾ അനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ വേണം. ഇനി വിവാഹം കഴിഞ്ഞിട്ട് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഉത്തമ കുടുംബിനിക്ക് വേണ്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന പെൺകൊച്ച് വിളക്ക് കൊടുത്താണ് സ്വീകരിക്കുക. എന്നുവെച്ചാൽ ലക്ഷ്മിയെ അകത്തോട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അമ്മ, ആ കൊണ്ടുവരുന്ന പയ്യന്റെ അമ്മ എന്ത് ചെയ്യുക? നിലവിളക്ക് കൊടുത്ത് ലക്ഷ്മിയെ അകത്തോട്ട് സ്വീകരിക്കുക. അപ്പൊ ലക്ഷ്മിയായിട്ട് വരുന്ന പെൺകുട്ടിക്ക് ലക്ഷ്മിയുടേതായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകണം. ഒരു ഉത്തമ കുടുംബിനിയുടെ ലക്ഷണം, നമ്മളെല്ലാവരും കുടുംബത്തിലുള്ളവരാണ്. നമുക്ക് ഈ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് ഗുരു പറഞ്ഞിട്ടുള്ള ഉത്തമ ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക. എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുദേവനോട് മാപ്പ് പറഞ്ഞ് നമ്മളെ ഉത്തമ കുടുംബിനിയായിട്ട് മാറാൻ ശ്രമിക്കണം. നല്ല കുടുംബത്തിൽ ജനിച്ചവളും ഭർത്താവിന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവളും, നമുക്ക് എത്രയാണോ സമ്പത്തുള്ളത് അതിനനുസരിച്ച് നമ്മൾ ചെലവ് ചെയ്യുന്നവളും പവിത്രതയുള്ളതുമായ ഒരു സ്ത്രീയാണ് ഉത്തമയായ ഒരു കുടുംബിനി. ഗുരുദേവൻ നമ്മോട് പറഞ്ഞതാണ് ഉത്തമ കുടുംബിനിയുടെ ലക്ഷണം. നല്ല കുടുംബത്തിൽ ജനിച്ചവളും, നല്ല കുടുംബത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവും എല്ലാം പാലിച്ച് ജീവിക്കുന്നവരെയാണ് നല്ല കുടുംബത്തിൽ ജനിക്കുക. പിന്നെ എന്താ പറയുന്നത് ഗുരുദേവൻ? ഭർത്താവിന്റെ ഹിതമനുസരിച്ച്, എന്നുവെച്ചാൽ ഭർത്താവ് പറയുന്നത് രണ്ടുപേരും കൂടെ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഭർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവരും വരവിനനുസരിച്ച് ചെലവ് ചെയ്യുന്നവരും. ഇപ്പൊ നമ്മുടെ വരവിട്ടാണ് ഭർത്താവിന് ഇത്ര വരവാണോ ഉള്ളത്, അതിനകത്ത് നിന്ന് വേണം നമ്മുടെ ചെലവുകൾ ചെയ്യാൻ. ചില കുടുംബങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പൊ ഇന്ന് ഒരു കല്യാണത്തിന് ഒരു സാരി ഉടുക്കുകയാണെങ്കിൽ അടുത്ത കല്യാണത്തിന് പോകാൻ അടുത്ത സാരി സെലക്ട് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബിനികൾ മാറിയിരിക്കുക. അപ്പൊ അവര് പറയുന്നത് അന്ന് അവിടെ എല്ലാവരും കണ്ടല്ലോ, അപ്പൊ ഇവര് വിചാരിക്കുക ഇവരുടെ സാരി കാണാൻ അവിടെ ആൾക്കാർ നിൽക്കുന്നതെന്നാണ് കരുതുന്നത്. ഒരിക്കലുമല്ല. നമ്മുടെ ഭർത്താവിൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ എന്ത് ചെയ്യുക, നമ്മുടെ ചെലവുകൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ബാലൻസ് മിച്ചം പിടിക്കണം. ആ മിച്ചം പിടിക്കുന്ന സ്വത്ത് എന്ത് ചെയ്യണം? നമ്മുടെ കുട്ടികൾക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ആവശ്യമില്ലാതെ ദുർവിനിയോഗങ്ങൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ഭർത്താവിന്റെ വരവിനനുസരിച്ച് തന്നെ നമ്മൾ വ്യയം ചെയ്യണം. പിന്നെ പവിത്രത, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണ്ടത് പവിത്രത. മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ നമ്മൾ ഒരിക്കലും അപവിത്രമാകാൻ പാടില്ല. നമ്മുടെ മനസ്സുകൊണ്ട് പോലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അപവിത്രമാകാൻ പാടില്ല. നമ്മുടെ ഭർത്താവിനെ നമ്മുടെ ദേവിയെ തുല്യമായിട്ടാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സ്ത്രീ ഒരിക്കലും അപവിത്രമാകാൻ പാടില്ല. അങ്ങനെ ഇതാണ് സ്ത്രീയുടെ ഉത്തമ കുടുംബിനിയുടെ ലക്ഷണം. ഇതാണ് നല്ല കുടുംബത്തിൽ ജനിച്ചോളം ഭർത്താവിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുന്നവളും ഭർത്താവിന്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുസരിച്ച് വ്യയം ചെയ്യുന്നവളും പവിത്രതയുമായ സ്ത്രീയാണ് ഏറ്റവും ഉത്തമമായ സ്ത്രീ. ഇത് ഗുരുദേവൻ നമ്മോട് പറഞ്ഞതാണ്. അടുത്ത മനുഷ്യന്റെ സമ്പാദ്യം. നമ്മളിപ്പോൾ ഒരാളെ കണക്കാക്കുന്നത് എന്താണ്? അവർക്ക് എത്ര വലിയ വീടുണ്ട്, എത്ര വലിയ കാറുണ്ട്, അവിടെ യാത്ര എങ്ങനെയാണ്, അവിടെ കുട്ടികൾ ഏത് സ്കൂളിൽ പഠിക്കുന്നു, ഇതെല്ലാം ഒരു മനുഷ്യന്റെ സമ്പാദ്യം. ഒരു മനുഷ്യന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠവും പരിശുദ്ധയും ഗുണവതിയും പവിത്രയുമായ ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുക എന്നതാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത്.
ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഗുരുദേവൻ നമ്മുടെ വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുണ്ട്. പരിശുദ്ധയും ഗുണവതയും ശ്രേഷ്ഠവും പാതിവൃത്യമുള്ള ഒരു സ്ത്രീയെ ഭാര്യയായി ലഭിക്കുക എന്നതാണ് ഒരു പുരുഷന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. അപ്പൊ നമ്മളെല്ലാവരും കുടുംബത്തിലുള്ള അംഗങ്ങളാണ്. നമ്മുടെ കാറോ ബംഗ്ലാവോ ഒന്നുമല്ല നമ്മുടെ സമ്പാദ്യം. പവിത്രതയായ ഒരു സ്ത്രീ ഭാര്യയായി ലഭിക്കുക. ഗുരുദേവൻ നമ്മോട് പറഞ്ഞതാണ്, നമ്മുടെ സ്ത്രീകളുടെ പവിത്രത എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് ആ കുടുംബം നന്നായി വരും. നമ്മൾ പവിത്രമായി ജീവിച്ചാൽ നമ്മുടെ കൂടെയുള്ള ഭർത്താവും അതേപോലെ പവിത്രമായി നമ്മോടൊപ്പം ജീവിക്കും. അത് കണ്ട് വളരുന്ന കുട്ടികളും നല്ല സത്യസന്ധരും പവിത്രമായി അവരുടെ ജീവിതം മുന്നോട്ട് പോകും. അതാണ് ഗുരുദേവൻ ആദ്യമേ പറഞ്ഞത്. ശ്രീനാരായണ ധർമ്മം കുടുംബ ഐശ്വര്യത്തിനും കുടുംബ ഭദ്രതയ്ക്കും ജീവിത നിലവാരത്തിനും കുട്ടികളുടെ ഉന്നതിക്ക് വേണ്ടിയുള്ളതാണെന്ന് ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഗുരുദേവൻ പിന്നെ പറയുന്നുണ്ട്, കൊടുങ്കാട്ടിൽ അണയാത്ത വിളക്കും സർവ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ലക്ഷ്മി ദേവിയും പവിത്രമായ ഒരു സ്ത്രീയും ശ്രേഷ്ഠമായി ഭവിക്കുന്നു. ഗുരുദേവൻ സ്ത്രീകളെ ശ്രേഷ്ഠമായത് ഏത് കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ പവിത്രതയാണ് ഗുരുദേവൻ ശ്രേഷ്ഠമായി പറഞ്ഞിരിക്കുന്നത്. എത്ര കാറ്റിലും അണയാത്ത വിളക്കും സർവ ഐശ്വര്യങ്ങളുമുള്ള ലക്ഷ്മി ദേവിയും പവിത്രമായ ഒരു സ്ത്രീയുമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായി ഭവിക്കുന്നത്. ഭർത്താവിനും അതിൻ്റെതായ കടമകളുണ്ട്. അപ്പൊ സ്ത്രീ ശ്രേഷ്ഠമാണെങ്കിൽ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഭർത്താവ് വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ കുടുംബ ജീവിതത്തില് ഗുരുദേവൻ പറഞ്ഞ ഈ പഞ്ചധർമ്മവും പഞ്ചശുദ്ധിയും പഞ്ചമഹായജ്ഞവും ശീലിച്ച് അവരെന്ത് ചെയ്യണം? ജീവിതത്തില് അങ്ങനെയുള്ള ഭാര്യയോടൊപ്പം ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് ജീവിച്ച് തീർക്കണം. അവരുടെ കുട്ടികളെയും വളരെ സന്തോഷത്തോടു കൂടി വളർത്തേണ്ടതുണ്ട്. അടുത്ത ഗുരുദേവൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകൾ വിവാഹിതരായാൽ അവർ ഉണർന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെ പ്രാർത്ഥിക്കുക അല്ല ചെയ്യേണ്ടത്. ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്റെ പ്രാണനാഥന്റെ കാൽ തൊട്ട് വന്നിച്ച് നെറ്റിയിൽ വെച്ച് ഈശ്വര എന്ന് വിളിക്കുന്ന ഒരു സ്ത്രീയാണ് ഉത്തമയായ സ്ത്രീ. ഓരോ കുടുംബിനിയും ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് ഗുരുദേവൻ നമ്മോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉണർന്നാലുടൻ തന്റെ ഭർത്താവിന്റെ കാൽ തൊട്ട് വന്നിക്കണം. അങ്ങനെയുള്ള ഒരു കുടുംബിനി പ്രകൃതിയോട് നോക്കിയിട്ട് പറയാണ്, മഴ പെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതി ആ സ്ത്രീക്ക് അടിമയായി മാറും. ആ സ്ത്രീ പറഞ്ഞാൽ മഴ പെയ്യുക തന്നെ ചെയ്യും. അപ്പം ഓരോ കുടുംബിനെയും ചെയ്യേണ്ടത് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ എന്ത് ചെയ്യുക? തന്റെ പ്രാണനാഥനെ, ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്റെ പ്രാണനാഥനെ താഴത്തോട്ട് വന്നിക്കണം. അത് ഓരോ കുടുംബിനെയും ചെയ്യണമെന്നാണ് ഗുരുദേവൻ വ്യക്തമായിട്ട് നമ്മോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ആ സ്ത്രീക്ക്, ആ പവിത്രതയായ ആ സ്ത്രീക്ക് പ്രകൃതിയെ പോലും നിയന്ത്രിക്കാനുള്ള ശക്തിയുണ്ട്. അപ്പൊ നമ്മുടെ കുടുംബം ഭദ്രമായി മാറണമെങ്കിൽ നമ്മൾ അത്രയും പവിത്രതയും നമ്മുടെ ഭർത്താവിനോടുള്ള സ്നേഹവും ആദരവും എല്ലാം നമ്മളിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കുടുംബത്തിൽ ഇത്രയും പവിത്രമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ ശ്രീനാരായണ ധർമ്മം എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കണം. നമ്മുടെ ഡെയിലി നിത്യവും നമ്മൾ പ്രാർത്ഥനയോടൊപ്പം തന്നെ ആ ശ്രീനാരായണ ധർമ്മത്തിന്റെ വരികൾ നമ്മൾ വായിക്കണം. ഗുരുദേവൻ നമുക്ക് തന്നിട്ടുള്ള ഭരണഘടനയാണ് ശ്രീനാരായണ ധർമ്മം. നമ്മുടെ ഈ ബുക്ക് സ്റ്റോളിലെല്ലാം ശ്രീനാരായണ ധർമ്മം വളരെ വില കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ നിത്യവും നമ്മുടെ ജീവിതത്തിന്റെ മാർഗമായി നമ്മൾ എന്തെല്ലാം ചെയ്യണമെന്നുള്ളത് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അടുത്ത ഗുരുദേവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് ആർഭാടം പാടില്ല. നമ്മളിന്ന് കാണുന്നുണ്ട് വിവാഹത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെല്ലാം ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ കുടുംബം വരെ വെച്ച് അവരെന്ത് ചെയ്യുക, വിവാഹത്തിലൂടെ ദൂരത്ത് ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ കുടുംബം പോലും ഇല്ലാതെ നമ്മൾ വാടകയ്ക്ക് പോകേണ്ട അവസ്ഥ വരുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ വിവാഹത്തിന് ഒരിക്കലും ആർഭാടം പാടില്ല എന്ന് ഗുരുദേവൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഗുരുദേവൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് 10 പേർ മതിയാകും. അപ്പം ശ്രീനാരായണ ധർമ്മത്തിലെ ഗുരുദേവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, വിവാഹത്തിന് 10 പേർ മതിയാകും. ആരാണ് ഈ 10 പേർ? വധൂവരന്മാർ, അവരുടെ അച്ഛനമ്മമാർ, ഓരോ സുഹൃത്തുക്കൾ, പിന്നെ ആരാണ് ഓരോ ബന്ധുക്കൾ, പിന്നെ ഒരു ആചാര്യൻ, ഒരു പുരോഹിതൻ. ഇങ്ങനെ 10 പേർ മതിയാവും വിവാഹത്തിന്.
ഒരിക്കലും വിവാഹം ദൂർത്തടിക്കാനുള്ളതല്ല. രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പരസ്പരം ഒത്തുചേരുന്നതിനാണ് വിവാഹം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ ചേർന്നുള്ള ഒരു ഒത്തുചേരലാണ് വിവാഹം. അതിൽ ദൂർത്തൊരിക്കലും പാടില്ല. പിന്നെ എന്താണ്, സ്ത്രീധനം വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം സ്ത്രീധനം വാങ്ങുന്നതും പറഞ്ഞുറപ്പിച്ച് വാങ്ങുന്നതും കൊടുക്കുന്നതും എന്ത് തന്നെയാണ്, തെറ്റ് തന്നെയാണ്. അത് മക്കളെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് പോലാണ്. അതുകൊണ്ട് വിവാഹത്തിന് ഒരിക്കലും സ്ത്രീധനം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പറഞ്ഞുറപ്പിച്ച് സ്ത്രീധനം കൊടുക്കുന്നത് തെറ്റാണ്. ഗുരുദേവൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ട് അതിൻ്റെ പേരിലായിരിക്കും ആ പെൺകുട്ടി അവിടെ പോയി ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക. ഇപ്പോൾ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്. പക്ഷെ അവരുടെ മക്കൾക്ക് അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇവര് പ്രത്യേകം പറഞ്ഞു. പിന്നെ ദൂർത്തടിക്കുന്ന പൈസ അവരെന്ത് ചെയ്യണം, ബാങ്കിലിട്ട് ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാം. ഒരിക്കലും മംഗളകർമ്മങ്ങളിലെ ശവക്കറികൾ വിളമ്പാൻ പാടില്ല. കാരണം വിവാഹം നടക്കുന്ന വേളയിലായിരിക്കും ഈ ജീവികളെ എന്ത് ചെയ്യാം, അവർ വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഒരു റിസപ്ഷനിൽ അവർക്ക് ആഹാരം പാചകം ചെയ്യാൻ വേണ്ടി കൊല്ലുന്നത് ഈ വിവാഹം നടക്കുന്ന സമയത്തായിരിക്കാം. ആ സമയത്ത് കൊല്ലുന്ന ജീവിയുടെ ശാപം ആ പെൺകുട്ടിയുടെയും പയ്യന്റെയും തലയിൽ കയറുകയാണ്, ആ കുടുംബത്തിൽ കയറുകയാണ്. അതൊരിക്കലും ജീവിതത്തിൽ പ്രയോജനമായി വരില്ല. അതുകൊണ്ട് മംഗളകാര്യങ്ങൾ, നമ്മുടെ വിവാഹം, പാല് കാച്ച്, നൂലുകെട്ട്, ഗ്രഹപ്രവേശം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒന്നിലും നമ്മൾ എന്ത് ചെയ്യുക, ശവക്കറികൾ വിളമ്പാൻ പാടില്ല. നല്ല സാത്വികമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മളിവിടെ ഗുരുദേവന്റെ അടുത്തുനിന്ന് സാത്വികമായിട്ടുള്ള ആഹാരം സന്തോഷത്തോടുകൂടിയാണ് കഴിക്കുന്നത്. ഇങ്ങനെ സന്തോഷകരമായിട്ടുള്ള ആഹാരം, സാത്വികമായിട്ടുള്ള ആഹാരം മാത്രമേ നമ്മൾ കഴിക്കാവൂ. നമ്മൾ അന്യർക്ക് കൊടുക്കാനേ പാടുള്ളൂ. അതുകൊണ്ട് മംഗളകർമ്മങ്ങൾക്ക് ഒരിക്കലും അനാവശ്യ ധൂർത്ത് ചെയ്യാൻ പാടില്ല. സ്ത്രീധനം വാങ്ങുന്നതോ കൊടുക്കുന്നതോ തെറ്റാണ്. മക്കളെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും തുല്യമാണത്. പിന്നെ വിവാഹത്തിന് എത്ര പേർ പങ്കെടുക്കണമെന്ന് 10 പേർ ആകാം എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണെന്നും ഗുരു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ധനം വിദ്യാഭ്യാസമാണ്. അവർക്ക് എത്രത്തോളം നമുക്ക് വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കാൻ പറ്റുമോ അത് നമ്മൾ അവരെ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ പുരുഷനും സ്ത്രീക്ക് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്ന് ഗുരു നമ്മളോട് ഉറപ്പ് തരികയാണ്. അന്ന് ഗുരുദേവൻ ശ്രീനാരായണ ധർമ്മ എഴുതുന്ന സമയത്ത് ഇവിടെ നിലനിന്നിരുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. ബഹുഭാര്യത്വവും ബഹുഭാര്യത്വവും നിലനിന്നിരുന്നു. ഒരു സ്ത്രീക്ക് അനേകം ഭർത്താക്കന്മാര്, ഒരു പുരുഷൻ അനേകം ഭാര്യമാര് അന്നത്തെ സാഹചര്യത്തിൽ നിലനിരുന്നു. അപ്പൊ ഏക ഭാര്യ ബന്ധം കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ശ്രീനാരായണ ഗുരുദേവൻ വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു പുരുഷനും, ഒരു പുരുഷന് ഒരു സ്ത്രീയും മാത്രമേ പാടുള്ളൂ. ഇത് നമ്മുടെ ഇടയിൽ കൊണ്ടുവന്നത് ശ്രീനാരായണ ഗുരുദേവനാണ്. ഇങ്ങനെ ശ്രീനാരായണ ധർമ്മത്തില് നമ്മളോട് ഇതെല്ലാം പറഞ്ഞു ഗുരുദേവൻ ആ ഒരു ബുക്ക് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ നിത്യവും ചെയ്യേണ്ടത് വീടുകളിൽ നിത്യവും പ്രാർത്ഥന ചൊല്ലണം. നമ്മൾ എന്ത് തന്നെ എവിടെ എത്ര ക്ഷീണിച്ചു വന്നാലും സന്ധ്യാദീപം നമ്മുടെ വീടുകളിൽ കൊളുത്തിയിരിക്കണം. സന്ധ്യാദീപം കൊളുത്തി നമ്മൾ അതിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ച്, അപ്പം നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. ഒരു പ്രത്യേക ഒരു കാര്യമുണ്ട്, സന്ധ്യയ്ക്ക് ദീപം കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈശ്വരനോട് പറയാനുണ്ടോ അത് നമുക്ക് ഈശ്വരനോട് പറയാൻ പറ്റും. ഒന്നിലധികം